ഏത് കാര്യത്തിലും കൂടെ ഉണ്ടായപ്പോരെ. ജീവനാണ് ജീവിതാന്ന് ഇന്നത്തോടെ തീരുന്നില്ല. ജീവിതാദ്യം വരെ നമ്മുടെ കുടുംബാംഗങ്ങളെ ഒരു ചരട് കുറത്ത മുത്ത് പോലെ കേട്ടാ. ഇവിടെ സത്യാദീപം കൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കി അവരവരെ കുടുംബത്തോടെ ഭഗവാൻ കൂടെ ഉണ്ടായപ്പോരെ. അടയാളം കൂട്ടാളൊന്നുമില്ല, ഇടകണ്ട് വലകണ്ടൊന്നുമില്ല, സ്ത്രീയെന്ന പുരുഷനില്ല, ഉണ്ടപ്പില്ല. മാതാപിതാക്കൾ ചെയ്തു തരുന്നതിലും ചെയ്തു സന്താനങ്ങളായിട്ടുണ്ട്. ശരീരം വളർന്നുകൊണ്ട് ബുദ്ധി വളരില്ല. ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നുണ്ട, പിന്നെ തള്ളേണ്ടി വരുന്നുണ്ട. സത്യ സാമർഥ്യത്തിലുണ്ട്, പക്ഷെ ആവശ്യത്തിന് പ്രയോഗിക്കണം. വേണ്ടാത്തടത്ത് പ്രയോഗിച്ചിട്ട് കാര്യമില്ല. പുരുഷാന്താനങ്ങളാ കുടുംബീകൃതമായിട്ടുള്ള ബാല്യ ഉത്തരവാദിത്തത്തിലുണ്ടോ കേട്ടാ. ശ്രദ്ധ കൽപ്പിക്കും. വിദ്യ പൂർത്തിയാക്കാതെ ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ മനസ്സുണ്ടാകും. 4 ഭാഗത്ത് ശ്രദ്ധ വേണ്ട കേട്ടാ. ഗ്രഹത്ത് കണ്ടില്ലേ, ഗ്രഹത്തിൽ മൊത്തം കണ്ടില്ലേ, പടപ്പരയിൽ കാണും കേട്ടാ, മനസ്സിൽ കാണും. എന്നാലും നല്ലൊരു മുഹൂർത്തത്തിൽ ഭഗവാനെ കണ്ട് കേട്ടാ മുന്നോട്ട് പോകുന്ന വഴിയിൽ വിഘ്നങ്ങൾ വരുത്താതെ കേട്ടാ പ്രവൃത്തിയിലും ജീവിതത്തിലായിട്ടും അപ്പനെ ഏതവസ്ഥയിലും കൂടെ ഉണ്ടായാൽ പോലെ. അസാധ്യമായിട്ടൊന്നുമില്ല. ബാല്യത്താതിപ്പോ കേട്ടാ കൗമാര യൗവനെല്ലാവും. അതാ സമയത്ത് വിട്ടെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് കേട്ടാ. ഇപ്പൊ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഒരു സമയമുണ്ട്. എല്ലാം നേടിയെടുക്കാനാക്കി തന്നാൽ പോലെ. ഗ്രഹത്ത് കണ്ടില്ല മുത്തപ്പന കൂടി കണ്ട സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്താതെ കൊണ്ട് നല്ലൊരു മുഹൂർത്തത്തിൽ അല്ലേ മുത്തപ്പന ഗ്രഹത്ത് കണ്ടില്ല കേട്ടാ. ജീവനായിട്ടും ജീവിതമായിട്ടും മുത്തപ്പന തരിക സന്താനാന്ന് മാതാപിതാക്കൾ പറഞ്ഞെന്ന കാര്യം അറിയൂ അല്ലെ. ഗുരുനാഥൻ ചിലപ്പോൾ വിദ്യാസത്യ നേടിയിട്ടുണ്ട് അറിയൂ അല്ലെ. വരാനിരിക്കുന്നുണ്ട്. പ്രവൃത്തിയായാലും ജീവിതമായാലും മുത്തപ്പൻ കണ്ടിട്ടുണ്ട്, മനസ്സ് കണ്ടിട്ടുണ്ട്, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒക്കെ മുത്തപ്പന് സാധിപ്പിച്ച് തന്നാൽ പോരെ. എടുക്കാത്തതും നടക്കാത്തതും അല്ല. മുത്തപ്പനെ 4-ാം പടത്തില് അല്ലെ അവരവരെ ഗ്രഹത്തില് മുത്തപ്പനെ കണ്ടില്ലേ. അവസരം നോക്കി ചെയ്യാൻ എല്ലാവരും ഒക്കെ ഉണ്ടാവില്ല. സ്വന്തം ചെയ്യാനുള്ള എന്താ അറിവും കഴിവും ഉണ്ടാക്കി തരട്ടെ മുത്തപ്പൻ. പറയുന്ന വാക്കിലും ചെയ്യുന്ന പ്രവൃത്തിയിലും ബുദ്ധിമുട്ടൊന്നും വരുത്താതൊക്കെ വേണം കേട്ടാ. ആഗ്രഹവും പ്രാർത്ഥന ഇല്ലാത്ത മനുഷ്യ ജീവിതങ്ങളില്ല. ശരീര വളർച്ചക്കനുസരിച്ച് മാനസിക വളർച്ച ഉണ്ടാക്കി തന്നു അല്ലേ. നല്ലത് കാണാനും അനുഭവിക്കാനുള്ള യോഗം തന്നിട്ട് മുത്തപ്പന്റെ കുടുംബാംഗങ്ങളെയും ആശ്രയ സഹായം ഒന്നിനും ഭയപ്പെടുന്നില്ല. മുന്നോട്ട് ഒന്നും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. പാതി വഴിയിലാണ് കേട്ടാ. വിദ്യയായാലും പ്രവൃത്തിയായാലും ജീവിതമായാലും യഥാസമയത്ത്